പിള്ളേച്ചനായോ കഴിച്ച് ഞാൻ കുറച്ച് ബോറായെന്ന് തോന്നി. വാതിലൊക്കെ വലിച്ചടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദാറ്റ്. സോ ചപ്പി വെച്ച പോലെ ഉണ്ട് എൻ്റെ മുഖം. വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് ഒന്നും കേൾക്കരുത്. അയൽക്കൂട്ടത്തിൻ്റെ ബഹളം. എന്തായാലും നമ്മളൊരു കല്യാണം കൂടാൻ പോകല്ലേ, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ചെറിയ കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ കൂടിയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. ഇത് ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ്, എലമെൻസിൻ്റെ. സോ ഇതിട്ട് ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോണർ വെച്ചിട്ടാണ്. ടോണർ ഫേസ് സെറം എൻകഫേൻ്റെ ആണ് ഈ ഞാൻ യൂസ് ചെയ്യുന്ന സെറം. ഇതിപ്പോൾ ഞാനൊരു 2 വർഷമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്. എനിക്കങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒന്നുമില്ല, കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. അത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണത് പോലും മര്യാദക്ക് എനിക്കറിയാൻ പാടില്ല. എൻകഫേൻ്റെ തന്നെ സൺസ്ക്രീനാണ്. ഇതിപ്പോൾ നമ്മൾ റിസപ്ഷൻ പരിപാടിക്കാണ് പോകുന്നത്. ഉച്ചക്കായിരുന്നു വെഡ്ഡിങ്, അപ്പോൾ സൺസ്ക്രീൻ ഞാൻ അധികം പുരട്ടണില്ല. പിന്നെ ഞാൻ ഇടുന്നത് പൗഡറാണ്. എനിക്ക് പൗഡർ ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ്. പൗഡർ എനിക്ക് മസ്റ്റാണ്. മുഖം കഴുകി കഴിഞ്ഞപ്പോൾ പൗഡർ വേണം. കോമ്പാക്ട് പൗഡർ ഉണ്ട്, പക്ഷെ എനിക്കിടാൻ കഴിയില്ല. കണ്ണെഴുതിയില്ലേലും ലിപ്സ്റ്റിക് ഇട്ടില്ലേലും ഞാൻ ചെയ്യാൻ മറക്കാത്ത ഒരു കാര്യമാണ് ഐബ്രോ. എനിക്ക് ഐബ്രോ എഴുതാണ്ട് ഞാൻ ഒരിടത്ത് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും ഐബ്രോ എഴുതാണ്ട് ഞാൻ പോകത്തില്ല. ഐബ്രോസ് ഇല്ല, അപ്പോൾ ഉള്ളത് എനിക്ക് ഫില്ല് ചെയ്ത് വെക്കണം എപ്പോഴും. ഐബ്രോ പെൻസിൽ കൊണ്ട് എൻ്റെ 2 കോർണറും ചെയ്യും. ഇടയ്ക്ക് പിള്ളേച്ചൻ ലുക്കൊക്കെ ഉണ്ടാവും, അപ്പോൾ ഞാൻ കുറച്ച് തുടച്ചൊക്കെ കളയും. സാധാരണ ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് മേക്കപ്പിന് നിൽക്കാറുള്ളൂ. ഇതിപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന ഡ്രസ്സ് ഫുൾ കൈയാണ്. കൈ ടൈറ്റാണ്, അപ്പോൾ എനിക്ക് കൈ ഇങ്ങനെ പൊക്കാനൊന്നും പറ്റില്ല. മേക്കപ്പ് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തിടാമെന്ന് ഞാൻ എന്താണ് സാധാരണ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് പിള്ളേച്ചൻ ലുക്കൊക്കെ വരും, ഞാൻ തുടച്ചൊക്കെ കളയും. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് എഴുതണേന്ന്. മലേഷ്യയിൽ നിന്ന് ഞാൻ മേടിച്ച സാധനങ്ങളുടെ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇത് ഞാൻ അതിനുശേഷം യൂസ് ചെയ്യുന്ന ഐബ്രോ ആണ്. ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഐബ്രോൻ്റെ ബിഗിനിങ് ഇത് വെച്ചിട്ടാണ് ഫില്ലാക്കുന്നത്. പിള്ളേച്ചനായോ കഴിച്ച് ഞാൻ കുറച്ച് തുടച്ചു കളയും. ഞാൻ കണ്ടെഴുതുന്നത് സ്റ്റുഡിയോൻ്റെ ഐക്കോണിക് വെച്ചിട്ടാണ്. ഓൾറെഡി രാവിലെ എഴുതിയ കൺവെൻഷൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഐലൈനർ കൊണ്ടാണ് പൊട്ട് തൊടാറ്. എപ്പോഴും ഒരു പൊട്ടുണ്ടാവും, പക്ഷെ അത് ഐലൈനർ കൊണ്ടാണ് തൊടാറ്. ജസ്റ്റ് ഒരു സിംഗിൾ റൗണ്ട് പൊട്ട്, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. കണ്ണിൻ്റെ മുകളിൽ ഞാൻ എഴുതണില്ല. ഇത് ഞാൻ നമ്മുടെ മലേഷ്യയിൽ നിന്ന് മേടിച്ച ഷാഡോ പാലറ്റാണ്. ഇത് യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് കളർ കൊടുക്കും? തിളങ്ങിപ്പോകാം. കുറച്ച് ബോറായെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ലിപ്സ്റ്റിക്ക് റെനയുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് ലിപ് ബാം ഇടാം. ലിപ് ബാം ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോ പോയപ്പോൾ മേടിച്ച ലിപ് ബാമാണ്. തൽക്കാലത്തേക്ക് ലിപ് ബാമൊന്നും ഇല്ലായിരുന്നു, സോ തീർന്നു പോയി ഞാൻ യൂസ് ചെയ്യണത്. ഈ ലിപ്സ്റ്റിക്ക് ഇടാം. ഇത് സ്റ്റുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, എൻഡ്ലെസ് പ്ലം എന്ന് പറഞ്ഞിട്ടുള്ളത്. ചുണ്ടത്തിടുന്ന ലിപ്സ്റ്റിക്ക് എന്തായാലും കൈ കൊണ്ട് തീർക്കും. അത് തന്നെയാണ് ഞാൻ എൻ്റെ ബ്ലഷായിട്ടിരുന്നത്. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലഷില്ല. ഫേസ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഹെയറൊന്നും ഒന്നും ചെയ്യാനില്ല, വെറുതെ മുടി കെട്ടിയിടുവാണ്. മുടിയൊന്നും ഇല്ല ഗൈസ്, മുടിയൊക്കെ പോയി ഒന്നുമില്ല. കണ്ട വിചാരിക്കും ഞാൻ കുളിച്ചിട്ടില്ലെന്ന്, പക്ഷെ ഞാൻ ഷാമ്പു ഇട്ട് കഴുകി ഇങ്ങനെ ഇരിക്കും. എൻ്റെ നെയ്ത്തി കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ ഒരു സാധനം കൊണ്ട് വന്നാണ്. ഇത് വാതിക്ക. ഇത് നമുക്ക് കുളിച്ചിട്ടില്ലെങ്കിൽ കുളിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ക്രീം എന്ന് പറയുന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തലയിൽ പറ്റണം. ഇത് തന്നപ്പോഴേക്കും എൻ്റെ അനിയന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ പറയും, ഓ അല്ലേലും ആണ്ടിലൊരിക്കലാണ് കുളിക്കുന്നത്, ഇനി അതുകൂടിയ വരുമ്പോൾ ഇനി കുളിയേ ഇല്ല എന്ന് കളിയാക്കി അവന്മാർ. ദാറ്റ് ഈസ് ദാറ്റ്. ഞാൻ സിമ്പിളായിട്ടാണ് ഇത്തവണ മുടി കെട്ടണത്, ഭയങ്കര സിമ്പിളായിട്ട്. അമ്മച്ചിയുടെ വാതിലൊക്കെ വലിച്ചടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാണ് വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് ഒന്നും കേൾക്കരുത്. ഞാൻ ഒന്ന് ചുരുട്ടി വെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല.
ഓ ഗോഡ്, അവിടെ അയൽക്കൂട്ടം കൂടുന്നതാണ്, അതിൻ്റെ ബഹളം നല്ലോണം ഉണ്ട്. എന്തൊരു ബഹളം, അയൽക്കൂട്ടത്തിൻ്റെ ബഹളം. സോ ചപ്പി വെച്ച പോലെ ഉണ്ട് എൻ്റെ മുഖം, അതാ ജെല്ലിട്ടുകൊണ്ടാണ്. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി. ആൻഡ് അനുമോളിസ് വിത്ത് മീ. അനുമോൾക്ക് നാണമുണ്ട്. നമ്മളങ്ങനെ കല്യാണവും കൂടി ഫുഡൊക്കെ കഴിച്ച് രാത്രി ആയപ്പോൾ തിരിച്ചെത്തി. സോ ബൈ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.